നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു അഴിച്ചുപണിയിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാകുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും മലയാളിയും എന്നുള്ള ഒരു ആനുകൂല്യം ആണ് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റാക്കുന്നതിലേക്ക് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തെ നയിച്ചത്. ഇതിനു മുമ്പ് കെ സുരേന്ദ്രനായിരുന്നു ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ്. നമുക്കറിയാം, ശബരിമല സമരത്തിലൂടെ ഒരു നെടുനായക സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന കെ സുരേന്ദ്രൻ തൊട്ടു പിന്നാലെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് അതിശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഒരു വേള അദ്ദേഹം വിജയിക്കുമെന്ന തോന്നൽ വരെ ഉണ്ടാക്കി. അതിന് തൊട്ടു പിന്നാലെ നടന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് കോന്നിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വിഹിതം ബി.ജെ.പിക്ക് നേടിക്കൊടുത്തു. അതോടുകൂടി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലവും കോന്നി മണ്ഡലവും അടൂർ മണ്ഡലവും ആറന്മുള മണ്ഡലവും ഒക്കെ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന പദവിയിലേക്ക് കുതിച്ചുയർന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴാണ് പാർട്ടിക്ക് ആദ്യമായി ഒരു എം.പിയെ കിട്ടുന്നത്. അത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സുരേന്ദ്രനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. സുരേന്ദ്രൻ ഗ്രൂപ്പ് കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമായി ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളടക്കം നിർജ്ജീവമായി പോയി എന്ന ഒരു ആരോപണം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തെ മാറ്റി പകരം രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവും സീറ്റ് പ്രഖ്യാപനവും ഒരു ഘട്ടം കഴിഞ്ഞതോടെ ബി.ജെ.പിക്കുള്ളിൽ കലാപക്കൊടി ഉയരുകയാണ്. ബി.ജെ.പി ആരെയോ സംരക്ഷിക്കുന്നതിന് പോലെ, ബി.ജെ.പിക്ക് ആരെയൊക്കെയോ സഹായിക്കാനുള്ളതുപോലെയുള്ള സീറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ ആരോപണം. ചെങ്ങന്നൂരിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പി.എസ്. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, എം.ടി. രമേശ് എന്നിങ്ങനെ ബി.ജെ.പിയുടെ മുഖങ്ങളായിട്ടുള്ള നേതാക്കൾ ഇത്തവണ ഇതുവരെ പുറത്തിറങ്ങിയ മത്സര പട്ടികയിലില്ല. ഇവർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. രണ്ടാം ഘട്ട ബി.ജെ.പിയുടെ സീറ്റ് പ്രഖ്യാപനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ച് കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ വന്ന റെജി ലൂക്കോസ് ഇടതു സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തലേന്ന് വരെ ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തെ ന്യായീകരിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ മാരാർജി ഭവനിലെത്തി ബി.ജെ.പിയുടെ അംഗത്വം ഏറ്റുവാങ്ങിയ റെജി ലൂക്കോസിന് സീറ്റ് നൽകിയിട്ടില്ല. ബി.ജെ.പിക്ക് ഇത്തവണ ഘടകകക്ഷിയായി സാബു ജേക്കബിൻ്റെ 2020യും ഉണ്ട്. BDJS ആയിരുന്നു നേരത്തെ NDA മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി. ഇത്തവണ BDJSൻ്റെ ചില സീറ്റുകൾ പോലും 2020ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു വിഭജനമാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2 സീറ്റുകളിൽ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട 2 സീറ്റുകൾ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള റാന്നി 2020ക്ക് വിട്ടുകൊടുത്തു. അതുപോലെ മറ്റ് 2 എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടുള്ള ആറന്മുളയോ അടൂരോ BDJSന് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ചെന്നിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥിത്വങ്ങളായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ളയുടെയും കുമ്മനം രാജശേഖരൻ്റെയും M.T. രമേശിൻ്റെയും. കുമ്മനത്തിൻ്റെയും M.T. രമേശിൻ്റെയും പേര് ആറന്മുള മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണിത്. ഇവിടെ ഇക്കുറി കൂടുതൽ വോട്ടുകൾ നേടാൻ ബി.ജെ.പിക്ക് കഴിയും എന്ന് കരുതി പ്രവർത്തകരെല്ലാം ഒരു ആഹ്ലാദത്തിൽ നിൽക്കുമ്പോഴാണ് ഈ 2 പേരും മത്സരരംഗത്തില്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി ഏറെക്കുറെ പ്രചാരണം തുടങ്ങിയിരുന്നു. പിന്നീട് പി.എസ്. ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കാൻ എത്തുന്നു എന്നൊരു പ്രചാരണം ഉണ്ടായി. അങ്ങനെ സന്ദീപ് വചസ്പതി ഹരിപ്പാട്ടേക്ക് മാറുമെന്നും ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നും ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച M.V. ഗോപകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി വന്നത്. ബി.ജെ.പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള M.V. ഗോപകുമാർ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ട ആളാണ്. ശ്രീധരൻപിള്ളയാണ് ചെങ്ങന്നൂർ മത്സരിക്കുന്നതെങ്കിൽ സന്ദീപ് വചസ്പതി ഹരിപ്പാടിന് പോകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അവിടുത്തെ പാർട്ടിക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സന്ദീപ് വചസ്പതിയെ ഹരിപ്പാട്ടേക്ക് മാറ്റുകയും പകരം ചെങ്ങന്നൂരിൽ M.V. ഗോപകുമാർ എത്തുകയും ചെയ്തതോടെ ബി.ജെ.പിയിൽ അവിടെ പ്രതിസന്ധി രൂക്ഷമാണ്. അതിശക്തമായ എതിർപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. G. സുധാകരനെ പോലെയുള്ള മുൻ CPM നേതാക്കൾ, മുതിർന്ന CPM നേതാക്കൾ, സജി ചെറിയാനും ബി.ജെ.പിയും തമ്മിൽ അവിടെ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ശ്രീധരൻപിള്ളയെ പോലെയുള്ള ഒരാൾക്ക് സീറ്റ് നൽകാതെ M.V. ഗോപകുമാറിന് സീറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ അവിടെ 8 പഞ്ചായത്തുകൾ ആകെ ഉള്ളതിൽ 5 എണ്ണവും ബി.ജെ.പിയുടെ കൈവശമാണ്. ശ്രീധരൻപിള്ളയെ പോലൊരു സ്ഥാനാർത്ഥി സജി ചെറിയാനെ നേരിട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാവുകയും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ശ്രീധരൻപിള്ള രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്നുള്ളത്
ഏവർക്കും ഉറപ്പായിരുന്നു. കാരണം കോൺഗ്രസ് ഇവിടെ അതീവ ദുർബലമാണ്. കോൺഗ്രസിന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റാന്നിയിൽ 2020 കൊടുത്തിരിക്കുന്ന സീറ്റിൽ തോമസ് കെ സാമുവൽ എന്ന് പറയുന്ന ബ്ലസ്സൻ എന്നയാളാണ് മത്സരിക്കുന്നത്. റാന്നിയിലേക്ക് അനോജ് കുമാർ അടക്കമുള്ള BJPയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ കണ്ണു നട്ടിരുന്നതാണ്. റാന്നി നേരത്തെ BDJSൻ്റേതായിരുന്നു. BDJS ഇത്തവണ അതിൽ നിന്നും ക്ലെയിം ഒഴിവാക്കിയിരുന്നു. ഇത്തവണ റാന്നിയിൽ മത്സരിക്കാൻ BDJS താല്പര്യം പ്രകടിപ്പിച്ചില്ല. പകരം ആറന്മുളയോ അടൂരോ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ആറന്മുളയാകും BDJSന് നൽകുക. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച ബിജു മാത്യു, ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായിട്ടാണ് കഴിഞ്ഞ തവണ ബിജു മാത്യുവിനെ ഇവിടെ മത്സരിപ്പിച്ചത്. ബിജു മാത്യുവിനെ ഇത്തവണ ആറന്മുളയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയ വാഗ്ദാനം കുന്നംകുളം സീറ്റ് ഇദ്ദേഹത്തിന് നൽകുമെന്നായിരുന്നു. എന്നാൽ കുന്നംകുളം സീറ്റിൽ ബിജു മാത്യു സ്ഥാനാർത്ഥിയല്ല, കുന്നംകുളം BDJSനാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും BJPയുടെ സീറ്റ് പ്രഖ്യാപനം ഒന്നാം ഘട്ടം കഴിഞ്ഞതോടെ മുൻനിര നേതാക്കളെ അറിയപ്പെടുന്ന മിക്കവരെയും ഒഴിവാക്കിയ മട്ടാണ്. ഇതാണിപ്പോൾ BJPയിൽ ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. BJPയുടെ ലക്ഷ്യം ഭരണം പിടിക്കലാണോ അതോ CPMനെ സഹായിക്കലാണോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത്. അതിനായി അവർ കണ്ടുവച്ചിരിക്കുന്ന സീറ്റുകൾ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, വട്ടിയൂർക്കാവ് തുടങ്ങിയവയാണ്. എന്നാൽ എത്ര സീറ്റുകളിൽ BJP വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം. ഇത്തവണത്തെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നിസ്സാരമായ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. വർഷങ്ങളായി കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ്. പലപ്പോഴും ചെറിയ മാർജിനിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരാജയം. കഴിഞ്ഞ തവണ അദ്ദേഹം കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരേപോലെ മത്സരിക്കുകയും കോന്നിയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്കും അവിടെ നിന്ന് തിരികെ കോന്നിയിലേക്കും ഹെലികോപ്റ്റർ യാത്ര നടത്തുകയും ചെയ്തത് ഏറെ വിവാദമായി. ഇത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോലും എത്തുകയുണ്ടായി എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. ഇത്തവണ പക്ഷേ കെ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കും മഞ്ചേശ്വരം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അവിടെ നിന്ന് വിജയിച്ചു വരിക എന്നുള്ളതാണ്. മറ്റൊരു മണ്ഡലം വിജയത്തിനായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നേമമാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹമാണ് നേമത്ത് മത്സരിക്കുന്നത്. നിയമം പിടിച്ചെടുക്കാൻ തന്നെയുള്ള ഒരു നീക്കത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനിടയിലാണ് CPM BJP അന്തർധാര ഉള്ളതായിട്ടൊരു പ്രചാരണം കോൺഗ്രസിൻ്റെയും BJPയിൽ തന്നെ ചിലരുടെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ NDA മുന്നണി നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക് വഴി തെളിച്ചിരിക്കുന്നത്. ചിലയിടത്തെങ്കിൽ പോലും BJP CPM അന്തർധാര ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകർ ഏറെയാണ്. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെയും ഇത്തരം അദ്ദേഹം സ്വജനപക്ഷപാതം കാണിക്കുന്നു, അദ്ദേഹം CPMുമായി കൂട്ടുകൂടുന്നു എന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയപ്പോഴും അത്തരം ആരോപണങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇക്കുറി BJP ഒരു ട്രയൽ മത്സരം നടത്തുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുകയും എന്ന ലക്ഷ്യമാണ് ഇട്ടിരിക്കുന്നത്. ഇതിനായി കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക, കോൺഗ്രസിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഭാഗമായി CPMുമായി ചേർന്ന് CPMുമായി ഒരു ധാരണ ഉണ്ടാക്കിയുള്ള മത്സരം നടക്കുന്നു എന്നൊരു ആരോപണം പരക്കെ അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം കാര്യങ്ങൾ തുറന്നു പറയും. BJP CPM ധാരണയായിരുന്നോ അതോ CPM കോൺഗ്രസ് ധാരണയായിരുന്നോ അതോ BJP കോൺഗ്രസ് ധാരണയായിരുന്നോ? ഇതിനെല്ലാം മറുപടിയുമായിട്ടാകും ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ എത്രമാത്രം വളർന്നു എന്ന് അറിയുന്നതിനുള്ള ഒരു ഉരകല്ല് കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.